नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 57, പേജ് നമ്പർ 556. കൃഷ്ണൻ കാളകൾക്കു മൂക്കുകയറിട്ട് അവയെ നിയന്ത്രിച്ചതോടെ അവയുടെ ശക്തിയും അഹങ്കാരവും പെട്ടെന്നു തകർന്നു തരിപ്പണമായി. അതോടെ അവയുടെ പേരും പെരുമയും അസ്തമിച്ചു. കാളകൾക്കു മൂക്കുകയറിട്ട ശേഷം മരം കൊണ്ടുള്ള കാളയെ ശിശുവെന്ന പോലെ കൃഷ്ണൻ അവയെ ശക്തിയായി പിടിച്ചു വലിച്ചു. ഇതുകണ്ട് അദ്ഭുത പരതന്ത്രനായ നഗ്നജിത്ത് മകൾ സത്യയെ വരുത്തി അത്യന്തം സന്തോഷത്തോടെ അവളെ കൃഷ്ണനു നൽകി. കൃഷ്ണൻ അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നു അത്യാഡംബരപൂർവം വിവാഹത്തിൻ്റെ ചടങ്ങുകൾ നടന്നു. തങ്ങളുടെ മകൾ സത്യയ്ക്കു കൃഷ്ണനെ ഭർത്താവായി കിട്ടിയതിൽ നഗ്നജിത്തിൻ്റെ റാണിമാരും അത്യധികം സന്തോഷിച്ചു. ഈ മംഗളമുഹൂർത്തത്തിൽ റാണിമാരും സന്തുഷ്ടരായപ്പോൾ വിവാഹ ചടങ്ങുകളെ മാനിച്ച് നഗരമെമ്പാടും ഗംഭീരമായ ആഘോഷങ്ങൾ നടന്നു. ശംഖധ്വനിയും ഭേരീനാദവും പെരുമ്പറ ശബ്ദവും മറ്റു വാദ്യഘോഷങ്ങളും എല്ലായിടത്തും മുഴങ്ങി. ജ്ഞാനികളായ ബ്രാഹ്മണർ നവദമ്പതികളുടെ മേൽ അനുഗ്രഹാശിസ്സുകൾ വാരിക്കോരി ചൊരിഞ്ഞു. ആഹ്ലാദഭരിതരായ നഗരവാസികൾ ശബളാഭമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞിരുന്നു. സന്തുഷ്ടനായ നഗ്നജിത്ത് അളവറ്റ ധനം സ്ത്രീധനമായി നൽകി. 10,000 പശുക്കളും ആഭരണങ്ങളും അണിഞ്ഞ 300 യുവദാസിമാരുമാണ് സ്ത്രീധനത്തിലെ ആദ്യത്തെ ഇനം. ക്ഷത്രിയ രാജാക്കന്മാരുടെ ഇടയിൽ ഈ സമ്പ്രദായം ഇന്നും നിലവിലുണ്ട്. ഒരു ക്ഷത്രിയ രാജാവിൻ്റെ വിവാഹത്തിൽ ഏറ്റവും കുറഞ്ഞതു വധുവിൻ്റെ സമപ്രായക്കാരായ 12 തോഴിമാരെയെങ്കിലും വധുവിനോടൊപ്പം വരനു നൽകുന്ന പതിവുണ്ട്. പശുക്കൾക്കും ദാസിമാർക്കും പുറമെ 9,000 ആന, അതിൻ്റെ 100 ഇരട്ടി തേര് എന്നിവ കൊണ്ടു സ്ത്രീധനത്തുക വീണ്ടും പെരുപ്പിച്ചു. അതായത് 9 ലക്ഷം തേര്, തേരുകളുടെ എണ്ണത്തിൻ്റെ 100 ഇരട്ടി കുതിരകൾ, അതായത് 90 കോടി കുതിരകൾ, അവയുടെ 100 ഇരട്ടി അടിമകളും കൂടി സ്ത്രീധനമായി നൽകപ്പെട്ടു. ഈ ദാസിമാരെയും അടിമകളെയും സ്വന്തം മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ തുല്യമായി കരുതി അവർക്കു വേണ്ടതെല്ലാം നൽകി രാജാക്കന്മാർ പരിപാലിച്ചു പോന്നിരുന്നു. ഇപ്പറഞ്ഞ രീതിയിൽ സ്ത്രീധനം നൽകിയ ശേഷം കോസല രാജാവായ രാജ നഗ്നജിത്ത് മകളോടും
മഹാനായ ജാമാതാവിനോടും തേരിൽ കയറുവാൻ പറഞ്ഞു. സുസജ്ജമായ ഒരു സൈന്യവ്യൂഹത്താൽ സുരക്ഷിതരായി സ്വഗൃഹത്തിലേക്കു പോയിക്കൊള്ളാൻ അദ്ദേഹം അനുവാദവും നൽകി. അവർ പുതിയ ഗൃഹത്തിലേക്കു യാത്രയായപ്പോൾ അവരോടുള്ള വാത്സല്യപൂരത്താൽ അദ്ദേഹത്തിനു നവജീവൻ ലഭിച്ചതുപോലെ തോന്നി. സത്യയും കൃഷ്ണനും തമ്മിലുള്ള വിവാഹത്തിനു മുമ്പ് യദുവംശത്തിലെയും മറ്റു വംശങ്ങളിലെയും രാജാക്കന്മാരും രാജ നഗ്നജിത്തിൻ്റെ കാളകളും തമ്മിൽ സത്യയുടെ പാണിഗ്രഹണത്തിനു വേണ്ടി അനേകം മത്സരങ്ങൾ നടന്നിരുന്നു. കാളകളെ കീഴടക്കി വിവാഹം കഴിക്കുന്നതിൽ കൃഷ്ണൻ വിജയിച്ച വാർത്ത കേട്ടപ്പോൾ നേരത്തെ ഇക്കാര്യത്തിൽ മത്സരിച്ചു തോറ്റു നിരാശിതരായ രാജാക്കന്മാർ സ്വാഭാവികമായും അസൂയാലുക്കളായി തീർന്നു. ദ്വാരകയിലേക്കുള്ള കൃഷ്ണൻ്റെ മടക്കയാത്രയിൽ ഇപ്പറഞ്ഞ നിരാശരും പരാജിതരുമായ രാജാക്കന്മാർ അദ്ദേഹത്തെ വളഞ്ഞു. വധൂ സംഘത്തിനു നേരെ ബാണങ്ങൾ ചൊരിഞ്ഞ് കൃഷ്ണനെ ആക്രമിച്ചു. ധാരമുറിയാത്ത മഴ പോലെ അവർ അമ്പുകൾ പൊഴിഞ്ഞപ്പോൾ കൃഷ്ണൻ്റെ ഉത്തമ സുഹൃത്തായ അർജുനൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. വിവാഹാവസരത്തിൽ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായി നിഷ്പ്രയാസം ഒറ്റയ്ക്ക് അവരെ ഓടിച്ചുവിട്ടു. ഗാന്ധീവം എന്നു പേരുള്ള വില്ലുമേന്തി രാജാക്കന്മാരെ മുഴുവൻ പലായനം ചെയ്യിച്ചു. സിംഹം മറ്റു നിസ്സാര ജീവികളെ വിരട്ടിയോടിക്കുന്നത് പോലെ മുഴുവൻ രാജാക്കന്മാരെയും അവരിൽ ഒരാളെപ്പോലും വധിക്കാതെ അർജുനൻ ആട്ടിയോടിച്ചു. തുടർന്ന് യദുവംശത്തിലെ പ്രധാനിയായ ഭഗവാൻ കൃഷ്ണൻ നവവധുവിനോടും അളവറ്റ സ്ത്രീധനത്തോടും കൂടി അത്യാഡംബരപൂർവം ദ്വാരകപുരിയിൽ പ്രവേശിച്ചു. അവിടെ ഭാര്യയുമൊത്തു തികഞ്ഞ ശാന്തിയോടെ വാസം തുടങ്ങി. കൃഷ്ണനു പിതൃസഹോദരിയായ മറ്റൊരു അമ്മായി ഉണ്ടായിരുന്നു. ശ്രുതകീർത്തി എന്നായിരുന്നു അവളുടെ പേര്. കേകയ രാജാവിൻ്റെ ഭാര്യയായി കേകയത്തിലാണ് അവൾ വസിച്ചിരുന്നത്. ഭദ്ര എന്ന പേരായി അവർക്കൊരു പുത്രിയുണ്ടായിരുന്നു. ഭദ്രയും കൃഷ്ണനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇതറിഞ്ഞ അവളുടെ സഹോദരൻ അവളെ നിരുപാധികം കൃഷ്ണനു കൊടുത്തു. യഥാർത്ഥ ഭാര്യയായി തന്നെ കൃഷ്ണൻ അവളെ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നു ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പുത്രിയായ ലക്ഷ്മണയെയും അദ്ദേഹം വിവാഹം ചെയ്തു. ലക്ഷ്മണ സർവയോഗ്യതകളും തികഞ്ഞവളായിരുന്നു. ഗരുഡൻ അസുരന്മാരുടെ കയ്യിൽ നിന്നും അമൃതകുംഭം റാഞ്ചിക്കൊണ്ടുപോയതുപോലെ ബലാത്കാരമായാണു കൃഷ്ണൻ അവളെ വിവാഹം ചെയ്തത്. സ്വയംവര മണ്ഡപത്തിൽ മറ്റു അനേകം രാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വച്ചാണ് കൃഷ്ണൻ അവളെ തട്ടിക്കൊണ്ടുപോയത്. രാജാക്കന്മാരുടെ സദസ്സിൽ നിന്നു വധുവിനിഷ്ടമുള്ളയാളെ വധു തന്നെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങാണു സ്വയംവരം. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൃഷ്ണൻ്റെ 5 വിവാഹത്തിൻ്റെയും വിവരണം തീരെ പര്യാപ്തമായിട്ടില്ല. ഇവർക്കു പുറമെ ആയിരക്കണക്കിനു ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ആയിരക്കണക്കിനു ഭാര്യമാരെയും അദ്ദേഹം സ്വീകരിച്ചതു ഭൗമാസുരൻ എന്നൊരസുരനെ നിഗ്രഹിച്ച ശേഷമായിരുന്നു. ഇവരെല്ലാം ഭൗമാസുരൻ്റെ കൊട്ടാരത്തിൽ തടവുകാരായിരുന്നു. കൃഷ്ണൻ അവരെ അവിടെ നിന്നു മോചിപ്പിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ കൃഷ്ണൻ വിവാഹം കഴിച്ച 5 റാണിമാർ എന്ന 57-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.